Hello all and welcome to another interesting session with English Ladder. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വർത്തമാനം പറയുന്ന പല പല രീതികളുണ്ടല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പല പല പാറ്റേൺസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും നമുക്കുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞ പല വേർഡ്സും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ. നമ്മൾ വർത്തമാനം പറയുന്ന ഓരോ രീതികളല്ലേ. സോ ലെറ്റ്സ് ഗെറ്റ് ടോക്കിംഗ്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വിസ്പർ ചെയ്യുക. ഓക്കെ, വിസ്പർ ചെയ്യുക. സോ വെൻ ഡു യു വിസ്പർ, അല്ലെങ്കിൽ വിസ്പർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് മെല്ലെ ഭയങ്കര രഹസ്യമായിട്ട് ഒരു കാര്യം പതുക്കെ മറ്റാരും കേൾക്കാതെ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഒന്നെങ്കിൽ രഹസ്യം പറയാനായിരിക്കും, ഇല്ലെങ്കിൽ പരദൂഷണം പറയാനായിരിക്കും അല്ലേ. അതായത് മറ്റൊരാൾ കേൾക്കാൻ പാടില്ല. ഒന്ന് രണ്ട് പേര്, അങ്ങനെ മൂന്ന് പേര്, അങ്ങനെ ഭയങ്കര നമ്മൾ മെല്ലെ സ്വരത്തിലൊക്കെ പറയുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ വിസ്പറിങ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷീ വിസ്പേർഡ് സംതിങ് ഇൻ ഹിസ് ഇയേഴ്സ്. ഷീ വിസ്പേർഡ് സംതിങ് ഇൻ ഹിസ് ഇയേഴ്സ്. ഓക്കെ. സെക്കൻഡ് വേർഡ് ഇസ് മംബിൾ. മംബിൾ ചെയ്യുക. ഓക്കെ, മംബിൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പതുങ്ങിയ സ്വരത്തിൽ എന്തോ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷെ എന്താ പറഞ്ഞെന്ന് ആർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ആ ആൾ തന്നെ പറഞ്ഞതാണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യം ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, അടുത്തിരിക്കുന്ന ആൾ എന്തോ പറയുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എന്നെ ഈ ചങ്ങായി പറയണതെന്ന് മനസ്സിലായില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് മംബിളിങ്. ഫോർ എക്സാമ്പിൾ, ഹി മംബിൾഡ് സംതിങ് അബൌട്ട് ദ ട്രാഫിക്. ഹി മംബിൾഡ് സംതിങ് അബൌട്ട് ദി ട്രാഫിക്. അതായത് നല്ല ട്രാഫിക് ആയിരിക്കും, നല്ല കലിപ്പുണ്ടാവും, ചുമ്മാ കുറേ നേരമായിട്ട് വണ്ടിയും പിടിയും ഇരിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ചിലപ്പോൾ അങ്ങനെ എന്ത് ട്രാഫിക്കാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും, അടുത്തിരിക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് മംബ്ലിങ് അബൌട്ട് ദ ട്രാഫിക്. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ബട്ട് ഹീ സേയിങ് ഇറ്റ് റിയലി വെരി ഇൻ എ ലോ വോയിസ്, സോ ദാറ്റ് നോ വൺ എൽസ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്, ഓൺലി ഹീ അണ്ടർസ്റ്റാൻഡ്സ്. ഓക്കെ, ദാറ്റ് ഇസ് മംബ്ലിങ്. തേർഡ് വേർഡ് എന്ന് പറയുന്നത് സ്റ്റട്ടർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാമർ ചെയ്യുക. ഓക്കെ, സ്റ്റട്ടറിങ് ഓർ സ്റ്റാമറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് നോർമലി ഒരു വിക്ക് ഉണ്ട് അല്ലേ, ചിലർക്ക് ചില എക്സ്പ്രസീവ് ആകുമ്പോഴത്തേക്ക് വിക്ക് വരും. അതായത് ചിലപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടുമ്പം, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം വരുമ്പം സം പീപ്പിൾ അവർക്ക് അങ്ങനെ ഉണ്ട് അല്ലേ, ആ ഒരു വിക്ക് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ അതിനെയാണ് നമ്മൾ സ്റ്റട്ടർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാമർ ചെയ്യുക എന്ന് പറയുന്നത്. ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. അതായത് ഷീ സ്റ്റട്ടേഴ്സ് വെൻ ഷീ ഗെറ്റ്സ് എക്സൈറ്റഡ്. ഷീ സ്റ്റട്ടേഴ്സ് വെൻ ഷീ ഗെറ്റ്സ് എക്സൈറ്റഡ്. അതായത് വളരെ എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്ക് പല പല വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുവിട്ട് പോവുക. സോ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റട്ടറിങ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വേർഡ് ആൻഡ് ദാറ്റ് ഈസ് എൻക്വയറി. ഓക്കെ, എൻക്വയറി. എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എൻക്വയറി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ. നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു ഇൻഫർമേഷൻ ചോദിക്കുകയാണ്. ചേട്ടാ ഇത് ഇങ്ങനെ തന്നെയാണോ, ഇവിടെ എത്ര മണി വരെ ഉണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കാര്യം പോയി ചോദിക്കുന്നതിനെയാണ് നമ്മൾ എൻക്വയറി ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ആസ്കിങ് ഫോർ information. For example, be sure to inquire the company's return and exchange policy. Okay, be sure to inquire the company's return and exchange policy. Okay, അതായത് ആ കമ്പനിയുടെ റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ, കാരണം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സോ യു ആർ എൻക്വയറിങ് അബൌട്ട് ഇറ്റ്, ഓർ യു ആർ ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെൻഷൻ ആണ്. മെൻഷൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുക. ഒരാളാവാം, ഒരു കാര്യമാകാം. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ആളുടെ പേരിന് അല്ലെങ്കിൽ ആ ആളിനെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തൊരു ആളിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയുന്നതിനാണ് നമ്മൾ മെൻഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹി ഡിഡ്ന്റ് ഈവൻ മെൻഷൻ ഹർ ഫാമിലി. ഹി ഡിഡ്ന്റ് ഈവൻ മെൻഷൻ ഹർ ഫാമിലി. അവളുടെ ഫാമിലിയെക്കുറിച്ച് എന്തോ പറയണമായിരുന്നു, പക്ഷെ അവൻ പറഞ്ഞേ ഇല്ല. അപ്പോൾ അവൻ മെൻഷൻ ചെയ്തേ ഇല്ല അതിനെക്കുറിച്ചെന്ന് പറയുമ്പം അതാണ് മെൻഷൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇലാബറേറ്റ്, അതാണ് നമ്മുടെ നെക്സ്റ്റ് വേർഡ്, ഇലാബറേറ്റ്. ഇലാബറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് എക്സ്പ്ലെയിനിങ് സംതിങ് ഇൻ ഡീറ്റെയിൽ. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എലാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, വളരെ എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നത് ഇലാബറേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഒരു പോയിന്റ് പറഞ്ഞു, അതിന് ഇലാബറേറ്റ് ചെയ്ത്, അതായത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു കാര്യം പറയുന്നു. ഓക്കെ, ഐ ഗിവ് യു എൻ എക്സാമ്പിൾ ഓവർ ഹിയർ. അതായത് കെൻ യു ഇലാബറേറ്റ് ഓൺ ദാറ്റ് പ്ലീസ്. കെൻ യു ഇലാബറേറ്റ് ഓൺ ദാറ്റ് പ്ലീസ്. ആ ഒരു കാര്യം ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരുമോ. ഓക്കെ, ആ എന്തെങ്കിലും ഒരു ചിലപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം വന്നപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയുമോ. ഓക്കെ, സോ ദാറ്റ് ഈസ് എലാബറേറ്റിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് വേർഡ് ഇസ് സായ്. സായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു സൗണ്ടാണ്. ഓക്കെ, അതായത് നമ്മളിപ്പം ഭയങ്കര ടയർഡായി കഴിഞ്ഞാൽ നമുക്കൊരു സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര റിലീഫ് എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് മടുത്തു. സോ യു ബിഗിങ് ദറ്റ് ഒരു സൗണ്ട് നമ്മൾ കൊടുക്കുന്നില്ലേ, ആ ഒരു സൗണ്ട് ഇസ് ദ സായ്, ബിക്കോസ് യു ആർ ടയർഡ്. ആൻഡ് ദെൻ ദെയർസ് അനദർ സായ്, നമ്മൾ ഭയങ്കര റിലീഫ്ഡായി, രക്ഷപ്പെട്ടു. ദാറ്റ് ഇസ് എ സായ് ഓഫ് റിലീഫ്. ഓക്കെ, സോ സായ് എന്ന് പറഞ്ഞാൽ ദറ്റ് സൗണ്ട് വിച്ച് കംസ് ഔട്ട്, ആ ഒരു എന്നുള്ള ആ ഒരു സൗണ്ടിനെയാണ് നമ്മൾ സായിങ് എന്ന് പറയുന്നത്. So there the example is
ഷീ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. ഷീ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. അതായത് റിലീഫും കൊണ്ട് അവൾ എന്തുകൊണ്ടോ എന്തോ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്തോ റിലീഫായി പുള്ളിക്കാരി ആ ഒരു സൗണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളൊരു സൗണ്ട് തന്നു. ഷീ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് ഇസ് ഡിക്ലെയർ. ഈ വേർഡ് എനിക്കൊന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഈ അടുത്തിടെ ഈ മഴയുടെ സമയത്തൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഡിക്ലെയർ. ഓക്കെ, ഡിക്ലെയർ. എന്താണ് ഡിക്ലെയർ? ടു ഫോർമലി അനൗൺസ് സംതിങ്. എന്തെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ അടുത്തിടെ കേട്ടൊരു എക്സാമ്പിൾ തന്നെ പറയാം. ദി കളക്ടർ ഡിക്ലെയർഡ് എ ഹോളിഡേ ഫോർ ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡ്യൂ ടു ഹെവി റെയിൻ. അതായത് മഴ കാരണം കളക്ടർ എന്താ പറയുക, അവധി പ്രഖ്യാപിച്ചു. ഓക്കെ, സോ അതാണ് ഡിക്ലെയർ ചെയ്യുക. അതായത് ഫോർമൽ എന്തെങ്കിലും അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇസ് ബ്ലാബർ. ബ്ലാബർ എന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കഥയില്ലാത്ത കഥയായിരിക്കും, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ അറിയായിരിക്കും അല്ലേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും ബ്ലാബർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബ്ലാബറിങ് മീൻസ് മീനിങ്ലെസ് ആയിട്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബ്ലാബർ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷീ ബ്ലാബേർഡ് ഓൺ ആൻഡ് ഓൺ. ഷീ ബ്ലാബേർഡ് ഓൺ ആൻഡ് ഓൺ വിച്ച് മീൻസ് അവൾ ചുമ്മാ ഇങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ഇങ്ങനെ ഒരു കഥയില്ലാത്ത കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ ബ്ലാബറിങ് ഇസ് മീനിങ്ലെസ് ടോക്സ്, ജസ്റ്റ് talking a lot. Okay, and the final word is soft spoken. സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാമായിട്ട് ചെറിയ സ്വരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പേഷ്യൻ്റായിട്ട് കാമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അവരുടെ വോയിസ് ഒന്നും റേസ് ചെയ്യൊന്നുമില്ല, വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ടാണ് അവർ വർത്താനം പറയുക. സോ ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ കോൾഡ് സോഫ്റ്റ് സ്പോക്കൺ. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ജെൻറ്റിൽ, സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് ആൻ ഇൻ്റലിജൻറ്റ് മാൻ. വാവ്, ഹി വാസ് ജെൻറ്റിൽ, സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് ആൻ ഇൻ്റലിജൻറ്റ് മാൻ. ആരെയോ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആരെയോ പൊക്കി പറഞ്ഞ സീനാണ് നമ്മൾ കേട്ടത്. അല്ലെങ്കിൽ പിന്നെ വല്ല മാട്രിമോണിയിൽ വല്ല കേസായിരിക്കും, അവൻ വളരെ തങ്കപ്പെട്ട ചെറുക്കാന്നൊക്കെ പറയുന്നില്ല. വാട്ട് ദേ മെയിൻറ്റ് ഇസ് വളരെയധികം ജെൻറ്റിലായ, വളരെയധികം കാമായിട്ട് ശാന്ത സ്വഭാവനായുള്ള ഒരു മനുഷ്യനാണ്, കൂടാതെ അവൻ ഇൻ്റലിജൻറ്റും കൂടിയാണ്. ഓക്കെ, സോ സോഫ്റ്റ് സ്പോക്കൺ ഇസ് സമ്മൺ ഹൂ ഇസ് എന്താ പറയുക, വളരെ കാമായിട്ട് ഭയങ്കര ശാന്തനായിട്ട് പേഷ്യൻ്റായിട്ടിരുന്ന് വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ വളരെ സ്വരം കുറച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് നമ്മൾ സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഞാൻ ഈ പറഞ്ഞ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേയൊക്കെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫെമിലിയർ ആയിരിക്കും. ബട്ട് ഐ എം സ്റ്റിൽ ആഡിങ് ഓൾ ദീസ് ബിക്കോസ് ഇതൊക്കെ നമ്മുടെ വർത്തമാനത്തിൻ്റെ പല പല രീതികളാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ വിൽ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.